അപ്പൊ അതില് നേർപ്പകുതി എടുത്തു കഴിഞ്ഞാലും 1.25 കോടി എനിക്ക് അവകാശമുള്ളതാണ്. 1.25 കോടി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് ബുദ്ധി വളർച്ച കുറവുമില്ല. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. പ്രപ്പോസലും ഒരുപാട് ബ്രോക്കർമാരെയും കാണുന്നതുകൊണ്ട് എന്നാലും കേരളത്തിൽ നിന്ന് നടക്കുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ നമ്മള് മുംബൈ, ഹൈദരാബാദ്, പൂനെ, ജമ്മു കാശ്മീർ, പിന്നെ ആസാം, പിന്നെ ഹരിയാന, പിന്നെ പഞ്ചാബ്, ഒറീസ, ഇത് തീർന്നില്ലേ? അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മള് പാകിസ്ഥാൻ പറയണല്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് തേങ്ങയാണ് പറയുന്നേ? ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നും. നമ്മള് ആരെയും തളർത്താൻ നോക്കൂല. നമ്മള് കോടികൾ ആസ്തി വരെ ഉണ്ട് വീട്ടില്, പല രീതിയിലുള്ള ഓഹരികളൊക്കെ കിട്ടാനും ഉണ്ട്. പൊന്നേട്ടാ കുറച്ച് മതിയെ തള്ളു. റേഷൻ കാർഡില് പേരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്വത്തിന് അവകാശമുണ്ട്. ആണോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.